2023 പകുതിയോടുകൂടി നമ്മുടെ NDAയുടെ നോട്ടിഫിക്കേഷൻ, അതായത് നാഷണൽ ഡിഫൻസ് അക്കാഡമിയുടെ NDA 2023 നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്ത കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പരീക്ഷയ്ക്ക് മുൻപായിട്ട് അഡ്മിറ്റ് കാർഡ് റിലീസ് ചെയ്ത കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തു. അതുപോലെ തന്നെ പരീക്ഷ കഴിഞ്ഞു, അതുപോലെ ഇൻ്റർവ്യൂ കഴിഞ്ഞു, പിന്നെ മെഡിക്കൽ ടെസ്റ്റ് കഴിഞ്ഞു. നിലവിൽ അതിൻ്റെ ഫൈനൽ റിസൾട്ട് ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുണ്ട്. അതാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഇതിന് അപേക്ഷിക്കാനായിട്ട് നിങ്ങൾക്ക് +2 ഉണ്ടായാൽ മതിയായിരുന്നു, അല്ലെങ്കിൽ +2ൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുമായിരുന്നു. ഏത് സ്ട്രീം ആയാലും, സയൻസ് ആയാലും ഹ്യൂമാനിറ്റീസ് ആയാലും അതുപോലെ കൊമേഴ്സ് ആയാലും ഏതായാലും നിങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റുമായിരുന്നു. അതുപോലെ പെർസെൻറ്റേജോ ഗ്രേഡോ ഒന്നും ഒരു പ്രശ്നവുമല്ല ഇതിന് അപേക്ഷിക്കാനായിട്ട്. സോ അതിൻ്റെ ഫൈനൽ റിസൾട്ട് ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുണ്ട്. ആർമി, നേവി, എയർഫോഴ്സിൽ ഓഫീസർ ആവാൻ കിട്ടുന്ന ഒരു അവസരമായിരുന്നു. മുൻപ് ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞതാണ്. അതിൻ്റെ ഫൈനൽ റിസൾട്ടാണ് ഇന്നത്തെ വീഡിയോ ഭാഗത്തിലൂടെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. പിന്നെ 2024 NDA 1ൻ്റെ നോട്ടിഫിക്കേഷൻ ഓൾറെഡി റിലീസ് ചെയ്തതാണ്, നമ്മൾ അപ്ഡേറ്റ് ചെയ്തു. അതിൻ്റെ എക്സാമിനേഷൻ ഏപ്രിൽ 21 നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ അഡ്മിറ്റ് കാർഡ് ഉടനെ റിലീസ് ചെയ്യും. അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഒരുപാട് പേര് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പാനിക് ആവണ്ട, നമ്മൾ തീർച്ചയായിട്ടും കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഈ ഒരു NDA, അതായത് 2023 സെക്കൻഡ് നോട്ടിഫിക്കേഷനെ കുറിച്ച് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഇതുവരെ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഫൈനൽ റിസൾട്ട് ഇപ്പോൾ റിലീസ് ചെയ്ത് അതുവരെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഇതുവരെ അപ്ഡേറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. എനിവേ അതുപോലെ തന്നെ നമ്മുടെ 2024ൻ്റെയും അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ വന്നിട്ടുള്ള റിസൾട്ടിലേക്ക് നമുക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നതുപോലെ തന്നെ NDA 2023 NDA 2 ആണ്. ഒരു വർഷം 2 നോട്ടിഫിക്കേഷൻ ഉണ്ട്, അതുകൊണ്ടാണ് 2 എന്ന് പറയുന്നത്. NDA 1 ഉണ്ട്, NDA 2 ഉണ്ട്. ഇത് 2 ആണ്. NDA 2023ൻ്റെ നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്ത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. NDA 2 എന്ന് എഴുതിയിട്ട് 2 ഒരു ബ്രാക്കറ്റ് കൊടുത്തിട്ടുണ്ട്. NDA സെക്കൻഡ് നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് ആണ് 2023 ഇവിടെ പറയുന്നത്. അതായത് അതിൻ്റെ ഫൈനൽ റിസൾട്ട് റെക്കമെൻഡഡ് ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികളുടെ മാർക്ക് ഇൻഫർമേഷൻ ആണ് ഇവിടെ കാണുന്നത്. വിച്ച് മീൻ ഇത് ഫൈനൽ റിസൾട്ടാണ്. സെലക്റ്റഡ് ആയിട്ടുള്ള, അതായത് റെക്കമെൻഡഡ് ആയിട്ടുള്ള, സെലക്ട് ചെയ്യാൻ റെക്കമെൻഡ് ചെയ്തിട്ടുള്ള, ജോലിയിലേക്ക് റെക്കമെൻഡ് ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികളുടെ മാർക്ക് ഷീറ്റും കാര്യങ്ങൾ, മാർക്കിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെയാണ് നിങ്ങൾ ഇവിടെ കാണുന്നത്. ആദ്യം ഇവിടെ AR1, അതായത് റാങ്ക്, ഓൾ ഇന്ത്യ റാങ്കിൽ 1 വന്നിട്ടുള്ള ഉദ്യോഗാർത്ഥിയുടെ ഡീറ്റെയിൽസ് ആണ് ആദ്യം കൊടുക്കുന്നത്. ആദ്യം 1 എഴുതി, അതുപോലെ തന്നെ ഉദ്യോഗാർത്ഥിയുടെ റോൾ നമ്പർ, പിന്നെ ഉദ്യോഗാർത്ഥിയുടെ പേര്, അദ്ദേഹത്തിന് എത്രയാണ് റിട്ടൺ എക്സാമിന് ആദ്യം ഒരു എഴുത്ത് പരീക്ഷയുണ്ട്. നമ്മളിങ്ങനെ PSC പരീക്ഷ പോലെയൊക്കെ കറപ്പിക്കുന്ന പരീക്ഷയാണ്, UPSC നടത്തുന്നതാണ്. അപ്പോൾ ആ ഒരു എഴുത്ത് പരീക്ഷയുണ്ട്, അത് ആദ്യം ക്ലിയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിനൊരു കട്ട് ഓഫും കാര്യങ്ങളൊക്കെ വെക്കും. അത് ക്ലിയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥിക്ക് ഈ ഒരു ഉദ്യോഗാർത്ഥി എത്ര മാർക്ക് അതിൽ നേടിയിട്ടുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കാണിക്കുന്നുണ്ട്. പിന്നെ SSB ഇൻ്റർവ്യൂ ഉണ്ട്. SSB ഇൻ്റർവ്യൂവിനെ കുറിച്ച് നമ്മൾ വീഡിയോ ചെയ്തതാണ്. അപ്പോൾ ആ ഒരു ഇൻ്റർവ്യൂവിൽ എത്ര മാർക്ക് വാങ്ങുന്നുണ്ട് അത് ഇവിടെ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഫൈനലി ആ ഉദ്യോഗാർത്ഥി എത്ര മാർക്ക് വാങ്ങി, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് റാങ്കിൽ വരുന്നത്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും റിട്ടൺ എക്സാമിൽ സെക്കൻഡ് റാങ്കിലുള്ള ഉദ്യോഗാർത്ഥി 602 വാങ്ങിയിട്ടുണ്ട്. ആദ്യ റാങ്കിലുള്ള ഉദ്യോഗാർത്ഥി 536 വാങ്ങിയിട്ടുള്ളൂ. പക്ഷേ ഓൾറൗണ്ട് നോക്കുമ്പോൾ ആദ്യത്തെ ഉദ്യോഗാർത്ഥി ഇവിടെ SSB ഇൻ്റർവ്യൂവിൽ നന്നായിട്ട് പെർഫോം ചെയ്ത് കൂടുതൽ മാർക്ക് വാങ്ങിയതുകൊണ്ടാണ് ഓൾ ഇന്ത്യ റാങ്ക് 1 വന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഫൈനൽ മാർക്കാണ് പിന്നെ അവസാന ലിസ്റ്റിലേക്ക് വരുമ്പോൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ആദ്യത്തെ ഒരു ഘട്ടത്തിലും കട്ട് ഓഫും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഒരു ഇതുണ്ടാവും. ആ ഒരു കടമ്പ അവർ നിശ്ചയിക്കുന്ന മാർക്കിൻ്റെ മുകളിൽ നിങ്ങൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അത് കടന്ന് മുന്നോട്ടേക്ക് പോകാൻ സാധിക്കൂ. ഏകദേശം നിങ്ങൾക്ക് കാണാൻ സാധിക്കും 27ഓളം പേജുകളിലായിട്ടാണ്, PDF പേജുകളിലേക്കായിട്ടാണ് ഈ ഒരു ലിസ്റ്റ് വന്നിട്ടുള്ളത്. 699 ഉദ്യോഗാർത്ഥികളെ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഈ ഒരു കാര്യം ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഈ ഒരു PDF ചെക്ക് ചെയ്യാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ നിങ്ങളുടെ റോൾ നമ്പർ ഉപയോഗിച്ചോ പേര് ഉപയോഗിച്ചോ എല്ലാം നിങ്ങൾക്ക് ഈ ലിസ്റ്റിൽ വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. നല്ലൊരു അവസരമായിരുന്നു NDA 2023 എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ NDA 1 2024ൻ്റെ അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ തീർച്ചയായിട്ടും ഉടനെ പ്രൊവൈഡ് ചെയ്യാം. കാരണം ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് അത് പോസ്റ്റ്പോൺ ചെയ്തിട്ടുണ്ടോ, എന്തെങ്കിലും മാറ്റമുണ്ടോ എന്ന്. ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ ഇല്ല, അതിൽ മാറ്റമൊന്നുമില്ല, ഇതുവരെ ഒന്നും അറിഞ്ഞിട്ടില്ല. എന്തെങ്കിലും അപ്ഡേറ്റ് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അറിയിക്കാം. 21-ാം തീയതിയാണ് അതിൻ്റെ പരീക്ഷ, അതായത് ഏപ്രിൽ മാസം 21-ന് പരീക്ഷ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. ആ ഒരു ടൈമിൽ തന്നെ നടക്കുന്നതായിരിക്കും. അഡ്മിറ്റ് കാർഡൊക്കെ വരുമ്പോൾ അപ്ഡേറ്റ് ചെയ്യാം. മറ്റെന്തെങ്കിലും അഡീഷണൽ ഇൻഫർമേഷൻ ആവശ്യമാണെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് ചോദിക്കാം. അപ്പോൾ മാക്സിമം ഈ ഒരു കാര്യം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്കും കൂടി ചെയ്തേക്കുക.